ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. കടൽ ചെമ്മീനാണ് ഈ ഫ്രൈ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. കടൽ ചെമ്മീൻ എന്ന് പറയുന്നത് ചുവപ്പ് കളറുള്ള ചെമ്മീൻ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ചെറുതായി കട്ട് ചെയ്ത 2 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത്, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ചെമ്മീൻ അഥവാ കൊഞ്ച്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. ചീനച്ചട്ടി നേരത്തെ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ തിരുവി വെച്ച തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യുക. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം കൈയെടുക്കാതെ വഴറ്റണം. കാരണം കൈയെടുത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ തേങ്ങയുടെ ടേസ്റ്റ് ആണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ തേങ്ങ കരിഞ്ഞു പോയാൽ പിന്നെ ആ ഫ്രൈ ഒന്നിനും കൊള്ളില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. തേങ്ങ ഒരു ബ്രൗൺ നിറത്തിലാകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ വഴറ്റിയതിന് ശേഷം കണ്ടോ ബ്രൗൺ നിറത്തിലായത്. അങ്ങനെ ആ ബ്രൗൺ നിറത്തിലുള്ള തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 2 വലിയ സവാള ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ വഴറ്റുക. കാരണം 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 1 ഉള്ളി നല്ലതുപോലെ വാടണം, 2 തേങ്ങ ബ്രൗൺ നിറത്തിലാവണം. ഈ 2 കാര്യം നോക്കിയാണെങ്കിൽ ഫ്രൈ സൂപ്പറായിരിക്കും. അങ്ങനെ ഉള്ളിയും തേങ്ങയും വെളിച്ചെണ്ണയിൽ മുറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റായ പച്ചമുളക് കുനുകുന അരിഞ്ഞതും കറിവേപ്പിലയും ആഡ് ചെയ്യുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റുക. നല്ലതുപോലെ വഴറ്റണം. വെള്ളം അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഫ്രൈ ഒക്കെയും തന്നെ കൈയെടുക്കാതെ വഴറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ അടുത്തതായി ആഡ് ചെയ്യുന്നത് ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചി ചതച്ചതിട്ടതിന് ശേഷവും നല്ലപോലെ വഴറ്റുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എനിക്ക് എല്ലാം കൈ അളവാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഉപ്പ് അതിനനുസരിച്ച് ചേർക്കുക. കല്ലിപ്പായതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. പൊടികളൊക്കെ ഇട്ടാൽ തന്നെ വേഗത്തിൽ വഴറ്റണം. കാരണം പൊടിയൊക്കെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പൊടി കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 2 പൊടികളും ഇട്ട് വഴറ്റിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുക. അതായത് ചെമ്മീൻ വേവാൻ ആവശ്യമായ വെള്ളം. നിങ്ങൾക്ക് എത്രയാണോ ചെമ്മീനുള്ളത് ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. കാരണം പൊടികളൊക്കെയും വെള്ളത്തിലേക്ക് അലിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവിടെയായി കട്ട പിടിച്ചിരിക്കും. അങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെമ്മീൻ അഥവാ കൊഞ്ചൻ അതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ചെമ്മീൻ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ചെമ്മീനും വെള്ളവുമായി യോജിപ്പിക്കുക. അങ്ങനെ പതിയെ അതിൽ നിന്നും ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുക. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി തിക്കാണെങ്കിൽ 2 വട്ടം യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടെ വെള്ളം ഉള്ളതായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും വഴറ്റുകയാണ്. ഈ വെള്ളം മുഴുവനായിട്ട് വറ്റുന്നത് വരെ വഴറ്റണം. കാരണം ഇതിൽ വെള്ളമുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇത് തുറക്കുമ്പോൾ അതിൽ വെള്ളം പിടിച്ചതുപോലെ തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ വെള്ളം ഇതുപോലെ വഴറ്റി കളയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെമ്മീനിൻ്റെ തലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്.
ചെമ്മീനിൻ്റെ ആ മീശ മുറിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും, നല്ല ചുവയായിരിക്കും, പ്രത്യേകം എടുത്ത് പറയാൻ പറ്റുന്ന ചുവയായിരിക്കും അതിന്. അപ്പോൾ ഇത് ഒരു പ്ലേറ്റ് ചോറ് മൊത്തത്തിൽ ഇരുന്ന് തിന്നാം, കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് മാത്രം മതി ചോറിന്. അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വെള്ളം വറ്റുന്നത് വരെയും ഇതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെയും ഇതേപോലെ ചെറു ചൂടിൽ വഴറ്റുക. അങ്ങനെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മളുടെ